എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC 2025 ചോദിച്ചിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന SCERT ചാപ്റ്റർ നമ്മൾ നോക്കും. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൺ ആണ് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. വാൾട്ടർ ജി റോസൺ. നമുക്കിനി ഇത് ഏത് SCERT ചാപ്റ്ററിൽ നിന്ന് വന്നതാണെന്ന് നോക്കാം. 8ാം ക്ലാസ്സിലെ വൈവിധ്യം നിലനിൽപ്പിന് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജൈവവൈവിധ്യം എന്താണെന്നുള്ളത്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവവൈവിധ്യം. എന്താണ് ജൈവവൈവിധ്യം? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവവൈവിധ്യം. ജൈവവൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ 4 തലങ്ങൾ ഉൾപ്പെടും. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൺ ആണ്. ഉത്തരവാദിത്തം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. നമുക്കിനി ഈ ചാപ്റ്ററിൽ നിന്ന് PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ പറയുന്നത് ജീവമണ്ഡലത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. എന്താണ് ഈ ബോക്സിലൊക്കെയുള്ളതാണ് PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ജീവമണ്ഡലം. ഡെഫിനേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കും. എന്താണ് ജീവമണ്ഡലം? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനുമിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. എന്താണ്? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഇത് പറയുന്നത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളെയും പറ്റിയാണ്. ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് അജീവീയ ഘടകങ്ങളും ആവശ്യമാണ്. അജീവീയ ഘടകങ്ങളാണ് തന്നിരിക്കുന്നത്. സൂര്യപ്രകാശമൊക്കെ, മണ്ണ്, വായു ഇവയൊക്കെ അജീവീയ ഘടകങ്ങളാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മുടെ ജീവലോകത്തിൻ്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദകരെ പറ്റിയും ഉപഭോക്താക്കളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഉൽപ്പാദകർ? ഈ പ്രകാശ സംശ്ലേഷണം വഴി ലഭിക്കുന്ന രാസോർജ്ജമാണ് ഭക്ഷ്യശൃംഖല വഴി കൈമാറ്റം ചെയ്യപ്പെട്ടാണ് ജീവികളിൽ എത്തുന്നത്. പ്രകാശ സംശ്ലേഷണം വഴിയാണ് രാസോർജ്ജം ജീവികളിൽ എത്തുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് ഉൽപ്പാദകർ എന്ന് പറയുന്നത്. എന്താണ്? പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് ഉൽപ്പാദകർ എന്ന് പറയുന്നത്. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളെയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നും അവ ആഹാരമാക്കുന്നവയെ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരെ തൃതീയ ഉപഭോക്താക്കൾ എന്നും പറയുന്നു. ഇത് കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ചു. ദ്വിതീയ ഉപഭോക്താവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഉൽപ്പാദകരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ്. സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അവയെ ആഹാരമാക്കുന്നവയാണ് ദ്വിതീയ ഉപഭോക്താവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്വിതീയ ഉപഭോക്താവിനെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ. നമുക്കിനി എന്താണ് എക്കോളജി എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് എക്കോളജി. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. എന്താണ്? ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. വിവിധതരം ആവാസ വ്യവസ്ഥകൾ
ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഈ പഠനശാലയിൽ ഉൾപ്പെടുന്നു. എന്താണ് എക്കോളജി? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. അപ്പം ഉൽപ്പാദകർ എന്താ, ഉപഭോക്താവ് എന്താണ്, പ്രാഥമിക ഉപഭോക്താവ് എന്താണ്, തൃതീയ ഉപഭോക്താവ് എന്താണ്, തൃതീയ ഉപഭോക്താവ് ആരൊക്കെയാണ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. PSC പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് പോഷണതലം അതിനെപ്പറ്റി നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണസ്ഥലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തിനെ കുറിക്കുന്ന പദമാണ് പോഷണസ്ഥലം. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അവയെ നമ്മൾ വിളിക്കുന്നത് ഒന്നാം പോഷണ തലമെന്നാണ്. ഒന്നാം പോഷണ തലമെന്നാണ് സസ്യങ്ങളെ നമ്മൾ പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെയാണ് നമ്മൾ രണ്ടാം പോഷണ തലത്തിലും, പോഷണത്തിനായി അവയെ ആശ്രയിക്കുന്ന മാംസാഹാരികളെയാണ് മൂന്നാം പോഷണ തലത്തിലും നമ്മൾ പെടുത്തുന്നത്. മാംസാഹാരികളായ ഇരകളെ പിടിക്കുന്നവരാണ് നാലാം പോഷണ തലത്തിലുള്ളത്. ഭക്ഷ്യശൃംഖലാ ജാലകം സങ്കീർണമാകുന്നതിനനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണ തലങ്ങളിൽ ഉൾപ്പെടാം. ഉൽപാദകരാണ് നെൽച്ചെടിയും പുൽച്ചെടിയും ഒക്കെ. അവയെ ആഹാരമാക്കുന്നതാണ് പ്രാഥമിക ഉപഭോക്താവ്, അതായത് സസ്യാഹാരികൾ. ഈ പ്രാഥമിക ഉപഭോക്താവിനെ കഴിക്കുന്നവരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ, അതായത് മാംസാഹാരികൾ. ഈ മാംസാഹാരികളെ ഭക്ഷിക്കുന്നതാണ് തൃതീയ ഉപഭോക്താക്കൾ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക ഉപഭോക്താവ് വരുന്ന ഏതെന്ന് ചോദിക്കും. സസ്യാഹാരികളാണ്. മാംസാഹാരികൾ വരുന്നത് ദ്വിതീയ ഉപഭോക്താവിലാണ്. അതുപോലെ തന്നെ തൃതീയത്തിൽ വരുന്നത് മാംസാഹാരികളെ ഭക്ഷിക്കുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കാഴ്സൺ ആണ്. നമുക്കിനി SCRT ചാപ്റ്റർ നോക്കാം. ഇതും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. ഇവിടെ ബോക്സിൽ പറയുന്നുണ്ട്, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോകശ്രദ്ധ നേടുകയുണ്ടായി. ഇൻസെക്ട്സ് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കാഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. കീടനാശിനികളും ക്യാൻസറിന് വഴി വയ്ക്കുമെന്ന പഠന റിപ്പോർട്ടുള്ള പിൻബലത്തിൽ അവർ സമ്മർദ്ദിച്ചു. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, DDT നിരോധിക്കാൻ കാരണമായ റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ആരാ എഴുതിയെന്നും ചോദിച്ചിട്ടുണ്ട്. മാരകമായ കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്. അപ്പോൾ റേച്ചൽ കാഴ്സന്റെ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. DDTക്കെതിരെയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വംശനാശം സംഭവിച്ച കുറച്ച് ജീവികൾ പറയുന്നുണ്ട്. ഡോഡോ, സഞ്ചാരിപ്രാവ്, ക്വാഗ ഒക്കെ. ഇത് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു. റെഡ് ഡേറ്റ ബുക്ക് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടന IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNൻ്റെ ആഭിമുഖ്യത്തിലാണ് ഓരോ വർഷവും പട്ടിക തയ്യാറാക്കുന്നത്. ഇങ്ങനെയാണ് ചോദിച്ചത്, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് IUCN ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് റെഡ് ഡേറ്റ ബുക്ക്. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചായിരുന്നു. IUCN ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ C ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇതും സെയിം ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ.
അതുപോലെ തന്നെ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ചോദിച്ചത്, എക്സിറ്റീവ് കൺസർവേഷൻ. നമുക്ക് ഇനി ഇൻസിറ്റീവ് കൺസർവേഷൻ നോക്കാം. അതിന് എക്സാമ്പിളാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കൊക്കെ. ആവാസ വ്യവസ്ഥകളെ പരീക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണിവ. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. നാഷണൽ പാർക്ക് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമസവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കപ്പെടുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്ക്. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികട്ടാം ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല. റിപ്പീറ്റഡ് PYQ ആണ്. അപ്പം ഇൻസിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിളാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്. അടുത്തത് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഉദാഹരണം. ചോദിച്ചിട്ടുണ്ട് കടലുണ്ടി എവിടെയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇൻസിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിളാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്. അടുത്ത എക്സാമ്പിളാണ് ബയോസ്ഫിയർ റിസർവുകൾ. പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണിത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളാണ് കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ബയോസ്ഫിയർ റിസർവുകൾ. അടുത്തത് കാവുകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അടുത്തത് കാവുകളാണ്. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിളാണ് ഇതെല്ലാം തന്നെ. വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ. അടുത്ത എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. ഇമ്പോർട്ടൻ്റ് ആണ് സുവോളജിക്കൽ ഗാർഡനുകൾ. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഉദാഹരണമാണ്. അപ്പം എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡന്, അതുപോലെ ജീൻ ബാങ്കുകളൊക്കെ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണിവ. ആവശ്യമായ അവസരത്തിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉദാഹരണമാണ്. അടുത്ത നമുക്ക് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണിവ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്നത മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവയാണ്. ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. അടുത്ത ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് IUCN-ഉം WWF-ഉം. ഇതിൻ്റെ ആസ്ഥാനം ചോദിക്കും. രണ്ടിൻ്റെയും ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്ന സംഘടനയാണ് IUCN. അതുപോലെ WWF ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം, മലിനീകരണം തടയൽ തുടങ്ങിയവയാണ് WWF-ന്റെ ലക്ഷ്യങ്ങൾ. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊനീറയാണ്. നമുക്ക് SCERT ചാപ്റ്റർ ഏതാ നോക്കാം. ഇത് SCERT-ലെ 12ാമത്തെ ചാപ്റ്ററാണ്. തരം തിരിക്കുന്നത് എന്തിന്? ഇവിടെ 5 ഖണ്ഡം വർഗീകരണത്തിൽ പറയുന്നുണ്ട്. മൊനീറ എന്താന്ന്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ. ഇവ ഉൾപ്പെടുന്ന ജീവി എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ്. അടുത്ത എക്സാമിന് ചോദിക്കാം. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് പ്രോട്ടിസ്റ്റ. ഫംജെ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ബഹുകോശ ജീവികളാണ്. പ്ലാന്റ് എന്ന് പറയുമ്പം സസ്യങ്ങളാണ്. സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികളാണ്. അനിമേലിയ എന്ന് വെച്ചാൽ ജന്തുക്കളാണ്. പരപോഷികളും സഞ്ചാര ശേഷിയുള്ളതുമാണ് ആയ ബഹുകോശ ജീവികളാണ്. അപ്പം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് മൊനീറ. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് പ്രോട്ടിസ്റ്റ. ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഭാഗമാണ് വില്ലസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ.
നമുക്ക് SCERT ചാപ്റ്റർ നോക്കാം. പുതിയ SCERTയിലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ദഹനവും പോഷക സംവഹനവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി വരുന്ന എക്സാമിനെല്ലാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ പറയുന്നുണ്ട് വില്ലസുകൾ എന്താണെന്ന്. ഇവ ചെറുകുടലിലാണ് കാണപ്പെടുന്നത്. ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിച്ച് ഇതാണ് എക്സാമിന് ചോദിച്ചേക്കുന്നത്. വില്ലസുകൾ എന്താണ് വില്ലസുകൾ എന്ന് ചോദിച്ചേക്കുന്നത്. ചെറുകുടലിലെ ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം വർദ്ധിപ്പിക്കുന്നത് വില്ലസാണ്. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ളതുമായ നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിൻ്റെ സവിശേഷ ഘടന ദഹനത്തിലും ആകിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായമാകുന്നു. അതുപോലെ തന്നെ ആണ് വില്ലസ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം വർദ്ധിച്ച് ആകിരണം നമുക്ക് ഈസിയാക്കുന്നത് വില്ലസുകളാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.